തേനി ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴനിക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ പറയാം വേണമെങ്കിൽ. പക്ഷേ തമിഴ്നാടിൻ്റെ രീതിയിൽ അതൊരു എക്സ്പ്രസ് ബസ്സാണ്. സ്റ്റോപ്പുകൾ വളരെ കുറവുള്ള ഒരു ബസ്. ഏകദേശം എല്ലാ സീറ്റിലും ആളുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് TNSTCയുടെ. അതായത് AC ബസ്സുകൾ രണ്ട് വലിയ ടൗണുകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, വേറെ ഇടയ്ക്കുള്ള ടൗണിലൊന്നും കയറാതെ ബൈപ്പാസ്, അതുപോലെ തന്നെ ഫ്ലൈ ഓവർ ഒക്കെ കയറി പോകുന്ന AC ബസ്സുകൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സേലത്തു നിന്ന് കോയമ്പത്തൂർക്ക് 190 രൂപയാണ് അതിൻ്റെ ചാർജ്. സേലത്തു നിന്നും നേരെ കോയമ്പത്തൂർക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കോയമ്പത്തൂർക്ക് നിന്ന് നേരെ സേലത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ജനം ഇപ്പോൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഈ ഒരു ബസ്സിനെയാണ്. അതായത് വലിയ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ ഏതാണ്ട് 2-2.25 മണിക്കൂർ കൊണ്ടൊക്കെ ഈ ഒരു ബസ് ഞാൻ 2 പ്രാവശ്യം സേലത്തു നിന്ന് കോയമ്പത്തൂർക്ക് വരികയുണ്ടായി. ഒരു പ്രാവശ്യം അങ്ങോട്ടും പോവുകയുണ്ടായി. അപ്പോൾ ഏതാണ്ട് 2-2.25 മണിക്കൂർ വലിയ അത്യാവശ്യം റോഡിൽ തിരക്കുള്ള സമയമാണെങ്കിൽ ഇപ്പോൾ ഒരു 3.25 മണിക്കൂറിനുള്ളിൽ ഈ ബസ് ഓടിയെത്തും. അപ്പോൾ ഏതായാലും പെരിയകുളം എന്നുള്ള ഒരു ചെറിയ ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ വലിയ കുളം എന്ന് തന്നെയാണ് ഈ പെരിയകുളം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇത് തേനി ജില്ലയിലെ ഒരു സെക്കൻഡ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയാണ്. അത്ര വലിയ ടൗണൊന്നുമല്ല. എന്നാൽ പഴയ കാലത്ത് അത്യാവശ്യം തിരക്കുള്ള ടൗണായിരുന്നതിനും. ഏതായാലും പെരിയകുളം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴത്തേക്കും വീണ്ടും തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ തനതായ കാഴ്ചകൾ തന്നെ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തെങ്ങും തോപ്പുകളുണ്ട്. ഇടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൃഷികൾ, ചോളമോ അല്ലെങ്കിൽ വാഴയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കൃഷി സ്ഥലങ്ങളുടെ കാഴ്ചകളുണ്ട്. ഇതേപോലെ തെങ്ങും തോപ്പുകളുടെയും കാഴ്ചകളുണ്ട്. ഏതായാലും ഇപ്പോൾ ഏകദേശം 2 മണിയോട് തിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ബസ്സിൽ എല്ലാവരും അത്യാവശ്യം ഒരു ചെറിയ ഉച്ചമയക്കത്തിലാണ്. ബസ് ചെറിയ പാട്ടൊക്കെ വച്ച് അങ്ങനെ ഒരുവിധം നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള റോഡുകളാണ്. അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഇപ്പോൾ പുതിയൊരു ശീലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. മിക്കവാറും നമ്മൾ ഈ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടി സ്ഥലങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്നത് കാണാം. കടന്നു പോകുന്ന വഴിക്ക് പുതിയ കാലത്തിൻ്റേതായിട്ടുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകൾ എല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ശരിക്കും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കാശ് തമിഴ്നാടിൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ 2 സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. മറ്റതും തമിഴ്നാടിൻ്റെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു നേർക്കാഴ്ചകളാണ് നമ്മൾ തമിഴ്നാട്ടിലൂടെയോ അല്ലെങ്കിൽ കർണാടകത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്. ഞാൻ ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ഞാൻ മൈസൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. മൈസൂർ ഏതാണ്ട് ഇതിൻ്റെ സമാനമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. നമ്മൾ കടന്നു പോന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കോളേജിൻ്റെ മുമ്പിൽ കൂടെയാണ്. എത്ര വലിയ കോളേജാണെന്ന് എല്ലാവരും കണ്ടു കാണും. പുതിയ കാലത്തിൻ്റെ നിർമ്മിതി തന്നെയാണ്.
നമ്മൾ കടന്നു പോകുന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെയും തഴച്ചു വളരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അവിടെ വലിയ രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം ഒരുപക്ഷെ അടുത്തൊരു താമസിക്കാതെ വന്നേക്കാം. നമ്മൾ കടന്നു അതേപോലെ തന്നെ ഈ കാഴ്ചകൾ മറയുന്നതിനോടൊപ്പം തന്നെ നോക്കിയാൽ നോക്കത്തില്ലാത്ത രീതിയിൽ കിടക്കുന്ന തെങ്ങുന്തോപ്പുകളുടെ കാഴ്ചയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെങ്ങുന്തോപ്പുകളുടെ കാഴ്ചയും വളരെ രസമാണ്. കാരണം ഇവിടുത്തെ തെങ്ങിനൊന്നും വലിയ തരത്തിലുള്ള അസുഖങ്ങളോ ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ കേടൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം നന്നായിട്ടുള്ള വിളവുകളുമുണ്ട്. അതേപോലെ ഏതായാലും തമിഴ്നാടിൻ്റെ മുഖച്ഛായ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ തമിഴ്നാട് നമ്മൾ ഏത് വഴിക്ക് പോയാലും തമിഴ്നാടിൻ്റെ മുഖച്ഛായയ്ക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. പോകുന്ന സ്ഥലത്തിനെതിരിട്ട് ചെറിയ കുന്നുകളുണ്ട്. തേനി എന്ന് പറയുന്ന സ്ഥലം തന്നെ ഒരു 4 സൈഡും കുന്നുകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. തേനിയും പെരുവെള്ളവും കഴിഞ്ഞ് ബത്തലക്കുണ്ട് എന്ന ഒരു സ്ഥലത്തേക്ക്, ഇതും പെരുവെള്ളം പോലെ തന്നെ ചെറിയൊരു ടൗണാണ്. അവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ബത്തലക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഇവിടെ നിന്നാണ് കൊടൈക്കനാലിലുള്ള ഈ വഴിക്ക് വരുമ്പോൾ കൊടൈക്കനാലിലുള്ള ഒരു ഏറ്റവും അടുത്ത ഒരു ടൗൺ എന്ന് പറയുന്നത്. ഏതായാലും ബത്തലക്കുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളാണ്. ഈ ബത്തലക്കുണ്ട് ബസ് സ്റ്റാൻഡിൽ എപ്പോഴും നിറച്ച് ജനമുണ്ടാവും. എല്ലാ വണ്ടികളും ഈ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങിയാണ് പോണത്. ഒരുവിധം പഴക്കമുള്ള ബസ് സ്റ്റാൻഡാണ്. അതേപോലെ ബസ് സ്റ്റാൻഡിൽ കയറുമ്പോൾ നമുക്ക് ഉള്ള സാധാരണ തമിഴ്നാട് വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ ഒരുപാട് വെള്ളരി അല്ലെങ്കിൽ മാങ്ങ ഇതൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവരും. പക്ഷേ ബത്തലക്കുണ്ടിൽ വരുമ്പോൾ നമ്മുടെ മരച്ചീനി കപ്പ പുഴുങ്ങിയതാണ് വണ്ടിയിലൊക്കെ അവർ കൊണ്ടുവരുന്ന വെക്കുന്നത്. 5 രൂപയായിരുന്നു നേരത്തെ, അത് കഴിഞ്ഞ് 10 രൂപ. അങ്ങനെയുള്ള കാഴ്ചകളുണ്ട്. അങ്ങനെ ബത്തലക്കുണ്ട് ടൗണും പതുക്കെ മറിയുകയാണ്. ഇപ്പോൾ കുറേ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ഈ മാറ്റങ്ങളൊക്കെ ശരിക്കും ആസ്വദിച്ചിരിക്കുകയാണ് ഞാൻ.